പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇട്ട് വരികയാണ്. അതിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് എപ്പിസോഡ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പവർ സപ്ലൈസ്, അതായത് നമ്മുടെ XLR സോക്കറ്റിന് ആവശ്യമായിട്ടുള്ള XLR ബോർഡുണ്ട്, അതിനാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ, ആംപ്ലിഫയറിൻ്റെ ലൈറ്റിങ്സ്, കാര്യങ്ങൾ, ബാക്ക് പാനൽ ഡിസൈൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ DTech Audiosൻ്റെ ഈ ഒരു കാണുന്ന XLR ബോർഡിന് ആവശ്യമായിട്ടുള്ള +15 0 -15 എന്ന് പറഞ്ഞ DC ഡുവൽ സപ്ലൈ എവിടെ നിന്ന് എടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഓൾറെഡി ഡുവൽ സപ്ലൈ നമ്മുടെ കരോക്കെ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്ലൈയിൽ നിന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു XLR ബോർഡിനുള്ള പവർ സപ്ലൈയും കിട്ടും. സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ ബോർഡ് ചെയ്ത് ഇത്രയും സ്പേസ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ഈ കാണുന്ന രീതിയിലുള്ള RMC ടൈപ്പ് കണക്റ്റേഴ്സ് ഉപയോഗിച്ച് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും സർവീസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്ത് സർവീസ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഗിൻ്റെ മെഷർമെൻ്റ് ഒക്കെ വളരെ കറക്റ്റാണ്. നമുക്ക് ആ ഒരു കണക്ടർ അതിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മാത്രം മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ട്രാക്ക് കട്ട് ചെയ്ത് ഈ ഒരു +15 വോൾട്ട് -15 വോൾട്ട് എന്നൊക്കെ ഉള്ളത് അതിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ IC അവിടെ നിന്ന് ഡീസോൾഡർ ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് പ്ലസ് വോൾട്ടേജ് എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് അവിടെ തന്നെ ഓൾറെഡി വരുന്നുണ്ട്. നെഗറ്റീവ് വോൾട്ടേജ് മാത്രം നമുക്ക് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ നമുക്കൊരു -15 വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു ബോഡിയിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു 15 വോൾട്ട് ഡുവൽ സപ്ലൈ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ബോർഡിന് മറ്റേ XLR ബോർഡിന് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ട്രാക്ക് കട്ട് ചെയ്തത് കറക്റ്റായിട്ട് മാറിയെന്നുള്ളത് ജസ്റ്റ് നമ്മുടെ വോൾട്ട് മീറ്റർ ഇട്ട് കണ്ടിന്യൂറ്റിയിലിട്ട് ചെക്ക് ചെയ്യുകയാണ്. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. പക്ഷേ നമുക്ക് എന്തായാലും വർക്ക് കണ്ടിന്യൂ ചെയ്യണം. സോൾഡർ ചെയ്യാൻ പറ്റില്ല, ബാക്കി വർക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടൈപ്പ് കണക്റ്റേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ട്രിവാൻഡ്രം തകരപ്പറമ്പിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഈ ടൈപ്പ് കണക്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വോൾട്ടേജും മൈനസ് വോൾട്ടേജും എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കോമൺ ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഓൾറെഡി കുറച്ച് കട്ടിങ് കാണുന്നത് ഞാൻ പണ്ട് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ റാമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ AC വോൾട്ടേജ് 12 വോൾട്ട് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് DCയിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് +15 വോൾട്ടും -15 വോൾട്ടും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഡുവൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. നമ്മുടെ ആംപ്ലിഫയറിന് ആവശ്യമായിട്ടുള്ള 2 ചാനലിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എറർ ആക്റ്റീവ് എന്ന് പറയുന്ന 2 LED സെക്ഷൻ കാണുന്നുണ്ട്. 2 ചാനലിൻ്റെയും അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നുള്ളതിൽ ആ രീതിയിൽ കാണിക്കുന്ന LED ഇൻഡിക്കേഷൻസ് ആണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് അവിടുന്ന് വയർ സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയും നമ്മൾ RMC കണക്റ്റേഴ്സാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞില്ല, സർവീസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കണക്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആ LED വരുന്നിരുന്ന ഭാഗത്ത് ഞാൻ LED ഡീസോൾഡർ ചെയ്തിട്ട് അവിടെ നമ്മുടെ കണക്റ്റിംഗ് സോക്കറ്റുകൾ സോൾഡർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ലൈറ്റിങ്സിലേക്ക് വരുമ്പം അതിൻ്റെ കണക്ടർ മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ആംപ്ലിഫയറിൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് അതിനകത്ത് ബാക്ക് പാനൽ ഇളക്കി മാറ്റണം. കാരണം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സബ് റിമൂവ് ചെയ്ത് ഇതിനകത്തേക്ക് XLR ഇൻപുട്ടുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, മിക്സറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ചെയ്തപ്പോൾ അതില്ലായിരുന്നു. അപ്പം നമ്മുടെ അക്ലിക്ക് ഒരു ഷീറ്റാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഉപയോഗിച്ചത് ഫെവി ബോണ്ടിൻ്റെ ഗം ആയതുകൊണ്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ അക്ലിക് പാനലുകൾ ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് അന്ന് ഒട്ടിച്ചതെങ്കിൽ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാനലായിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മളിപ്പോൾ നിലവിൽ പാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയുടെ കയ്യിൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന പാനലിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു 2.1 റിമോട്ട് കിറ്റ് നോയ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ സൈഡിൽ വരാതെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ആദ്യം എടുത്തു. കാരണം ആ ഒരു രീതിയിൽ കട്ടിങ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പാനൽ അതിലേക്ക് വെക്കാനായിട്ട്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന പാനലിലേക്ക് വരുന്ന സോക്കറ്റുകളാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ ഭാഗം വരികയും അങ്ങേയറ്റത്ത് നമ്മുടെ XLR ഇൻപുട്ടിൻ്റെ കൺട്രോളുകൾ ആ ഭാഗത്ത് കാണുന്ന പോലെ വരികയും സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട്, ഓഡിയോ ഇൻപുട്ട്, അതായത് നമ്മുടെ ഫോണോ ഇൻപുട്ട് അല്ലെങ്കിൽ XLR ഇൻപുട്ടുകളൊക്കെ വരും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നമുക്ക് കാണാൻ കഴിയും. അപ്പം XLR ബോർഡ് ആ ഒരു സൈഡിൽ വന്നു, സെൻറ്ററിൽ നമ്മുടെ കണക്റ്റേഴ്സ് ഇൻപുട്ടുകൾ വന്നു, സ്പീക്കർ ഔട്ട്പുട്ടും വന്നു, വലത്തെ ഭാഗത്തായിട്ട് നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ ഇൻപുട്ടും വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ് വരുന്നത്. സ്പീക്കർ ഔട്ട്പുട്ട് നമ്മൾ സ്പീക്ക് ഓൺ സോക്കറ്റ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ടിന് വേണ്ടിയിട്ട് XLR ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള സോക്കറ്റും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ ഈ നമ്മൾ നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ HDMI അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ടൊക്കെ വരുന്ന ഭാഗമായിട്ടുള്ള ആ ഭാഗത്തുള്ള അക്രിലിക് പാനൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വൃത്തി കുറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഉപയോഗിച്ചത് മറക്കുകയാണ്. അപ്പോൾ എഴുത്ത് കാര്യങ്ങൾ വരത്തില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആമ്പ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. പക്ഷേ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് HDMI ആണോ ഒപ്റ്റിക്കലാണോ കോആക്സിലാണോ എന്നുള്ളത് ലേബലിംഗ് എന്തായാലും വേണം. പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് അത് ഒഴിവാക്കണം. എനിക്കറിയാവുന്നത് കൊണ്ട് ജസ്റ്റ് നമ്മളത് ഒഴിവാക്കുകയാണ്. ജസ്റ്റ് സ്റ്റിക്കർ ചെയ്ത് വൃത്തിയാക്കി ആ ഒരു പാനൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ ഒരു പാനൽ നമ്മളവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. ആ ഒരു ക്യാബിനിൽ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. നോക്കുമ്പോൾ കാണാൻ കഴിയും കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഭാഗത്തുനിന്നുള്ള ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്, കോആക്സിൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, HDMI ഇൻപുട്ട്. നമ്മുടെ ബാക്ക് പാനൽ അക്രിലിക് പാനൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബാക്ക് പാനൽ വരുന്നത്. അപ്പോൾ നമ്മുടെ XLR സോക്കറ്റ് നമുക്ക് അവിടെ ഇതിലേക്ക് വെച്ച് കറക്റ്റായിട്ട് സിറ്റിങ് വരുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് കട്ടിങ് അല്ല, കുറച്ചൊന്ന് രാഗിയൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണം. കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ പാനൽ ജസ്റ്റ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ കപ്പാസിറ്റർ ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തട്ടുമോ, സ്പീക്കറിൻ്റെ വയർ ആ ഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ടോ, സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഇത് എങ്ങനെ അലൈൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിത് വെച്ച് നോക്കിയ സമയത്ത് നമ്മൾ ചെയ്യുന്നതിനകത്തുള്ള മിസ്റ്റേക്ക് കാരണം ഈ ഒരു സോക്കറ്റിൻ്റെ ആ ഒരു ക്ലാമ്പ് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നൊരു ഇഷ്യൂ വന്നു. അത് മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റാത്തൊരു കേസ് വന്നുകൊണ്ട് ജസ്റ്റ് ചരിച്ചായിരിക്കും വെക്കുന്നത്. ഇനി നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഈ ഒരു ക്യാബിനിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ഡ്രിൽ ചെയ്യുക എന്നുള്ളതാണ്. ഹോളല്ല, ഒരു കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, കറക്റ്റ് ആ ഒരു ഫ്രെയിം ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ പാനൽ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ക്യാബിനിൽ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഗ്രൈൻഡർ കൊണ്ടുവന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഓൾറെഡി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ ആ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സെൻറ്ററിലുള്ള ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഭാഗം വരുന്ന ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ നേരത്തെ വാങ്ങി വെച്ച ക്യാബിൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. നേരത്തെ ഇറങ്ങിയത് AVR ടൈപ്പ് ക്യാബിനാണ്, 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന ക്യാബിനാണ്. ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മഹാരാജയുടെ ആ ഒരു 8 ട്രാൻസിസ്റ്റർ ബോർഡ് നമ്മളൊന്ന് സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു. വയറും കാര്യങ്ങളൊക്കെ സോക്കറ്റ് ഒഴിവാക്കി സോൾഡർ ചെയ്ത് തന്നെ വെച്ചു. കാരണം ആ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നമുക്കത് ഊരി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ലൈറ്റിങ്ങിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ആംബിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ഓണായി, സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓണായി, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ട് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കുറേ ലൈറ്റിംഗ് പരിപാടികളൊക്കെ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് പല കളറിലായിട്ടുള്ള LEDs ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള PCB നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല കളറിലുള്ള LEDകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് മെഷർ ചെയ്ത്, അതായത് LEDകൾ ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് PCB വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ LEDകൾ അതിനകത്ത് സോൾഡർ ചെയ്യും. കാരണം സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ റെഡ് വരുമ്പോൾ നമുക്ക് പവറിനും അതുപോലെ തന്നെ എറർ, സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓണായെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലുള്ളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്ത് വെച്ചതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ LED എല്ലാം ജസ്റ്റ് സോൾഡർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ലൈറ്റിലേക്ക് പോകുന്നത് നേരെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു RMC കണക്റ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ലൈറ്റ് ഫുള്ളായിട്ടുള്ള ഈ ഒരു പാനലിൽ നിന്നുള്ള ഫുൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈസിയാണ്. ഇപ്പോൾ ഈ ഒരു LED കംപ്ലൈൻറ്റ് ആയെങ്കിൽ നമുക്ക് ഡീസോൾവ് ചെയ്തെടുക്കേണ്ട, മീൻസ് LED അല്ല, ആ ഒരു പാനൽ ബോർഡ് വയറൊക്കെ ഡീസോൾവ് എടുക്കേണ്ട ഒരു ഇഷ്യൂ വരില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വയേഴ്സും നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാഗ് ചെയ്യാം. ഈ കണക്റ്റേഴ്സിലെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഇതിൻ്റെ ലൈറ്റ്സിന് വയറുകളാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമായിരിക്കും കണക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ലുക്ക് കിട്ടും. മാത്രമല്ല നമുക്ക് ഈസി ആയിരിക്കും സർവീസ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ മെയിൻ വോളിയം കൺട്രോൾ നോബിന് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് കളർ LED ആണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള PCB നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡോട്ട് PCB ആണ് നോർമൽ നമ്മൾ മാർക്കറ്റിൽ 30 രൂപയ്ക്ക് കിട്ടുന്ന PCBയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്കിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോളിയം കൺട്രോൾ ഇതിൻ്റെ സെൻട്രലായിട്ടായിരിക്കും വരുന്നത്. അപ്പം അത്
കണക്കാക്കിയായിരിക്കും നമ്മൾ ഇതിൻ്റെ LED വെക്കുന്നതും മെഷർമെൻറ്റ് എടുക്കുന്നതും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന LED പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 9 വോൾട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ കൊല്ലത്ത് മാരുതി ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു LED വാങ്ങിയത്. 9 വോൾട്ടിലാണ് ഈ ഒരു LED കത്തുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 7809 റെഗുലേറ്റർ IC ആ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് അപ്പം നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും കറക്റ്റായിട്ടത് അവിടെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു PCB നമുക്ക് അതിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളറായിരിക്കും നമുക്ക് വരുന്നത്. ഒരു ഓറഞ്ച് കളർ റിംഗ് ആയിരിക്കും നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നമുക്ക് കാണാൻ കഴിയും. അത് പെർഫെക്റ്റ് അല്ല എങ്കിലും നമുക്ക് ഒരു രീതി കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ PCB റെഡി ആക്കിയിട്ടുണ്ട്. ആ ഒരു ബോർഡ് ലൈറ്റിംഗ് യൂണിറ്റ് ആവശ്യമായിട്ടുള്ള ബോർഡ് നമ്മൾ സോൾഡർ ചെയ്ത് റെഡിയാക്കി നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതിലേക്ക് പാനലിൽ കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് അതിനുള്ളൊരു സപ്പോർട്ടിങ് ലെഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് സ്ക്രൂ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പാനലിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് സ്ക്രൂ ഊരി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ കഴിയും. ബോർഡ് വളരെ വൃത്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് വോളിയം കൺട്രോൾ വരും. ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് നോയ്സ് വരുമോ എന്നുള്ളതാണ്. കാരണം റെഗുലേറ്റർ IC ഇരിക്കുന്നതുകൊണ്ട് നോയ്സ് പിടിക്കുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മുടെ പവർ LED ഒക്കെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ 12 വോൾട്ട് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഈസിയാണ്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇനി നമുക്കിതെല്ലാം എടുത്ത് മാറ്റി വെക്കാം. കാരണം ആംപ്ലിഫയറിൻ്റെ അസംബ്ലിയും കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ സെറ്റ് ചെയ്തത്. വളരെ ഈസിയാണ്. വെക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി സേഫ് ആക്കി വെക്കാം. അപ്പോൾ ഇനി ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഫൈനൽ അസംബ്ലിയും. കാരണം നമ്മൾ ബോർഡ് റെഡിയായി, ട്രാൻസ്ഫോമർ റെഡിയായി, ബാക്കി കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി കണക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് അസംബ്ലിയും ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുന്നു എന്നുള്ളത് മാത്രമാണ് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.